ഈസ്റ്റർ മുട്ടയുടെ ചരിത്രമറിയാമോ? ഈസ്റ്റർ എഗ് അഥവാ ഈസ്റ്റർ മുട്ടകളുമായി നിറയെ നിറമുള്ള ചരിത്രമുണ്ടെങ്കിലും ചില കൽപ്പിത കഥകൾ രസാവഹവും കൗതുകമുളവാക്കുന്നതുമാണ്. അങ്ങനെ ഒരു കഥ കേട്ട് വിശ്വസിക്കാനായി ഞങ്ങൾ പറയട്ടെ. 15-ാം നൂറ്റാണ്ടിൽ ലോകം കടുത്ത ഭക്ഷ്യക്ഷാമത്തെ നേരിടുന്ന വേളയിൽ ഇറ്റലിയിലെ ഒരു കൊച്ചു വീട്ടിലും വിശപ്പിന്റെ വലിയ പരീക്ഷണമെത്തി. അമ്മയും 9-8 വയസ്സായ മേരിയും മാഗിയും വിശപ്പിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ സഹായം അഭ്യർത്ഥിച്ച് തെരുവിലേക്ക് ഇറങ്ങി. മിലാനിലെ പള്ളിയിലെത്തുന്നവരെ കാത്ത് വിശപ്പടക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമെന്ന അറിവ് മൂവർ സംഘത്തെ ഫാദർ യൂജിന്റെ അടുക്കലേക്ക് എത്തിച്ചു. അവസാനത്തെ വറ്റും ദാനം ചെയ്ത് പ്രാർത്ഥനാ നിരതനായിരുന്ന ഫാദർ യൂജിന്റെ മുന്നിലെത്തിയ ഇരട്ട ബാലികമാരുടെ ദൈന്യമുഖം അച്ഛനെ വല്ലാതെ കുഴക്കി. വിശന്നു വന്നിരിക്കുന്ന വയറുകളോട് ഒന്നുമില്ല എന്ന് പറയാൻ വിഷണ്ണനായി നിന്ന അച്ഛൻ തിരുഹൃദയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പള്ളിക്ക് പുറത്തു നിന്നൊരു കൊക്കരക്കോ ശബ്ദം കേട്ടു. അച്ഛന്റെ വന്യ സ്വപ്നത്തിൽ പോലും കാണാത്ത 2 കോഴികൾ വർണ്ണമുട്ടയിട്ടിരിക്കുന്നു. ഫാദർ യൂജിൻ ആ മുട്ട എടുത്ത് അവർക്കു നേരെ നീട്ടി. മേരിയും മാഗിയും മുട്ട സന്തോഷത്തോടെ വാങ്ങി വിശപ്പടക്കി. അന്നൊരു ഉയർപ്പ് തിരുനാളായിരുന്നു. ഫാദർ യൂജിൻ ഈ അത്ഭുതത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും പള്ളിയിൽ വർണ്ണ നിറമുള്ള മുട്ടകൾ വിതരണം ചെയ്തു തുടങ്ങി എന്നതാണ് ചരിത്രം. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും ലോകം മുഴുവൻ ഈസ്റ്റർ മുട്ടകളെപ്പറ്റി ഇങ്ങനെ ഒരുപാട് വിചിത്ര കഥകൾ പ്രചരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാവുന്ന ഈസ്റ്റർ മുട്ടയുടെ കഥ കമന്റായി കുറിക്കുമല്ലോ. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.